വീട് വെക്കാൻ പോകുന്നവരാണോ നിങ്ങള്? നമ്മുടെ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടിട്ട് പലരും ചോദിച്ചായിരുന്നു, ഞങ്ങളുടെ പ്ലോട്ട് ഭയങ്കര താഴ്ന്ന സ്ഥലത്താണ്, അതല്ലെങ്കിൽ പണ്ടൊരു കുളം ഉണ്ടായിരുന്നു, അപ്പം കുളം ഫില്ല് ചെയ്ത സ്ഥലമാണ്, അപ്പം അങ്ങനെ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീട് വെക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു പ്ലോട്ടും ഇതുപോലെ പണ്ട് എപ്പോഴോ ഒരു കുളമായിരുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളത് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പ്ലോട്ടാണിത്. ഇവിടെ നമ്മൾ എങ്ങനെയാണ് വീട് വെക്കുന്നത് എന്ന ടെക്നിക്സ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു ഒത്തിരി താഴ്ന്ന ഒരു പ്ലോട്ടായിരുന്നു ഇത്. അപ്പം ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ സോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി. സോയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ 1.7 മീറ്റർ വരെയും ഫിൽഡ് എർത്താണ്, അതായത് പഴയ മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഏകദേശം അത്രയും ഡെപ്തിൽ ഉള്ള ഒരു വലിയ കുളവോ അല്ലെങ്കിൽ ഒത്തിരി താഴ്ന്ന ഒരു പ്രദേശമായിരുന്നു ഇതെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെയും സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് 4 മീറ്ററിൽ 27 NB വാല്യൂ, അതായത് സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി 27 കിട്ടുന്ന രീതിയിലുള്ള 4 മീറ്റർ വന്നപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുകയുണ്ടായി. അപ്പം നമുക്ക് അത്രയും ഡെപ്തിൽ ഒരു ഐസൊലേറ്റഡ് ഫുട്ടിങ്ങോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഫൗണ്ടേഷനോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു നമുക്ക് 4 മീറ്റർ ഡെപ്തിൽ നല്ല സോയിൽ സ്ട്രാറ്റ കിട്ടുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ബൾബ് പൈല്, അതായത് അഗർ പൈലിങ്, അണ്ടർ റാംഡ് അഗർ പൈലിങ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. സോ ഇതാണ് ഇത്തരം പ്ലോട്ടുകളിൽ നമുക്ക് വീട് വെക്കാൻ നേരത്തെ ഏറ്റവും നല്ലതും ഏറ്റവും ഗുണമുള്ളതുമായിട്ടുള്ള മെത്തേഡ്. സോ പിന്നെ അതിനൊരു കോസ്റ്റ് വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഗ്രൗണ്ട് ഫ്ലോർ 1500 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. സോ ഈ 1500 സ്ക്വയർ ഫീറ്റ് നമുക്ക് ഏകദേശം 20ഓളം പൈലുകൾ വേണ്ടി വരുന്നുണ്ട്. ഈ 4 മീറ്റർ ഡെപ്തിൽ ഇത് താഴെ വരാൻ നേരത്തെ ഒരു ബൾബ് ഉണ്ടാവും. ഈ ബൾബാണ് നമ്മുടെ ഈ വരുന്ന വീടിന്റെ ലോഡ് ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഏകദേശം 2.5 ലക്ഷം രൂപയ്ക്ക് എടുത്തിട്ടാണ് ഇതിന്റെ ഒരു കോസ്റ്റ് വരുന്നത്, ഇൻക്ലൂഡിങ് മെറ്റീരിയൽസ്, ലേബർ എല്ലാം കൂടി. അത് കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം 1 മീറ്റർ പൈലിന് 3800 രൂപ ഇൻക്ലൂഡിങ് ലേബർ ആൻഡ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 40 സെന്റിമീറ്റർ ഡയ വരുന്ന പൈലുകളാണ്. സോ ഇതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിന്റെ കവർ ബ്ലോക്ക് ഉണ്ട്, ഏകദേശം 7 സെന്റിമീറ്റർ കവറിങ് കിട്ടുന്ന രീതിയിലുള്ള റൗണ്ട് കവർ ബ്ലോക്കുകൾ. കാരണം നമ്മൾ താഴോട്ട് ഇറക്കാൻ നേരത്ത് അതിനകത്ത് അത് ഒടിഞ്ഞു പോകാതിരിക്കാനും തട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് റൗണ്ട് കവർ ബ്ലോക്കിൽ ഇട്ടിരിക്കുന്നത്. 12 mm 7 ബാറുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഏകദേശം 4 മീറ്റർ ലെങ്തിലാണ് നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് എങ്ങനെയാണ് ഇനി ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇതാണ് അഗർ. ഇത് നമുക്കിപ്പോ 40 സെന്റിമീറ്റർ ഡയയുടെ അഗറാണ് ഇവിടെ നമ്മുടെ ഈ പ്ലോട്ടിൽ നമ്മൾ ചെയ്യുന്നത്. സോ ഇത് പൈൽ പോയിന്റ് ആണ്. ഈ പൈൽ പോയിന്റിലോട്ട് നമ്മൾ ബോർ ചെയ്ത് താഴോട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇറക്കി ഈ 4 മീറ്റർ ഡെപ്ത് വരെയും ഇറക്കി ഈ മണ്ണിനെ നമ്മൾ തിരിച്ചെടുത്തിട്ട് അപ്പം എടുക്കാൻ നേരത്തെ ചിലപ്പോൾ മണ്ണ് ഇടിയാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പം നമ്മൾ ബെൻഡനൈറ്റ് എന്നൊരു കെമിക്കലോ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ വർക്കുകളാണെങ്കിൽ നമ്മുടെ സദാ ചെളിയോ ഇടണം. കാരണം അല്ലെങ്കിൽ മണ്ണ് സൈഡിൽ നിന്ന് ഇടിയാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഈ 4 മീറ്റർ വരെയും ഇത് അഗർ കൊണ്ട് നമ്മൾ ബോർ ചെയ്ത് താഴെ എത്തിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അവിടെ ഒരു ബൾബ് അടിക്കും. അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ 4 മീറ്റർ ഡെപ്ത് എത്താൻ നേരത്ത് ഈ എക്യുപ്മെന്റ് നമ്മൾ താഴോട്ട് അഗർ മാറ്റിയിട്ട് ഇത് ഘടിപ്പിച്ചിട്ട് ഇത് താഴെ എത്താൻ നേരത്ത് ഇങ്ങനെ വിരിഞ്ഞ് അവിടെ ഒരു ബൾബ് പോലെ നമ്മുടെ എക്സ്കവേറ്റ് ചെയ്തിട്ട് സോയില് ഇതിനകത്ത് സോയിൽ ഡെപ്പോസിറ്റ് ആവും. എന്നിട്ട് നമ്മൾ അതിനെ മേലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സോ ഇങ്ങനെ ഈ ഒരു ഡയല് നമുക്ക് താഴെ ഒരു ബൾബ് കിട്ടും. ഈ ബൾബാണ് നമ്മൾ ഈ പൈലിൽ വരാൻ പോണ ലോഡിനെ മൊത്തം നമ്മുടെ ഭൂമിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമുക്കിവിടെ 4 മീറ്റർ ഡെപ്തിലാണ് പൈലിംഗ് വരുന്നത്. സോ അതുകൊണ്ട് മാനുവലി ആണ് നമ്മളിവിടെ ബോറിംഗ് ചെയ്യുന്നത്. സോ ഇത് വലിയ പ്രൊജക്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ബോറിംഗ് മെഷീൻസ് കൊണ്ടുവന്നിട്ട് എത്ര ഡെപ്തിൽ വേണോ, എവിടെയാണോ നല്ല സോയിൽ സ്ട്രാറ്റ അല്ലെങ്കിൽ റോക്കിന്റെ ഇത് അല്ലെങ്കിൽ ലാറ്ററൈറ്റിന്റെ സ്ട്രാറ്റ കിട്ടുന്നത് എവിടെയാണോ ആ ഡെപ്ത് വരെ നമ്മൾ ബോറിംഗ് ചെയ്യേണ്ടി വരും. സോ നമുക്കിവിടെ 4 മീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമലി മാനുവൽ ബോറിംഗ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബോറിംഗ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ബൾബ് ഇറക്കി അവിടെ ബൾബ് അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഈ 4 മീറ്റർ ലെങ്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റിനെ നമ്മൾ ആ ബോർഹോളിലോട്ട് നമ്മൾ ഇറക്കി അതിനെ കറക്റ്റ് ആയിട്ട് കവറിംഗ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഹോപ്പർ ഈ ബോർഹോളിലോട്ട് നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഈ ബോർഹോളിലോട്ട് ഫിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ M25 ഗ്രേഡിലുള്ള കോൺക്രീറ്റ് ആണ് നമ്മൾ ഈ ഇവിടുത്തെ പൈലിംഗ് വർക്കുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റ് വേണം നമ്മൾ പൈലിംഗ് വർക്കിന് ഉപയോഗിക്കാനായിട്ട്. M25 കോൺക്രീറ്റ് ആണ് നമ്മുടെ ഈ ബോറിംഗ് ഹോളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കോൺക്രീറ്റ് നമ്മുടെ ഈ ബോർ ഹോളിലോട്ട് പോർ ചെയ്യുന്ന നേരത്ത് അത് പതുക്കെ നമ്മുടെ ഹോപ്പറിനെ നമ്മൾ ഉയർത്തി കൊടുക്കും. സോ അപ്പൊ കോൺക്രീറ്റ് താഴോട്ട് ചെന്ന് വീഴുന്നതിനൊപ്പം തന്നെ അതിനകത്ത് ഓൾറെഡി നമ്മൾ ഒഴിച്ചു കൊടുത്ത ബെൻഡനൈറ്റ് അല്ലെങ്കിൽ ആ ക്ലേ മേലോട്ട് വന്ന് പതുക്കെ അത് ഒലിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് മേലെത്താൻ നേരത്ത് പൂർണ്ണമായിട്ട് നമ്മൾ അതിനകത്ത് ഒഴിച്ചു കൊടുത്തിരുന്ന ബെൻഡനൈറ്റ് പുറത്തോട്ട് ഒഴുകി പോവുകയും ലാസ്റ്റ് വന്ന് അപ്പൊ നമ്മള് എല്ലാവരും ചോദിക്കുന്ന ഡൗട്ട് ഉണ്ട്, എന്താണ് പൈലിന്റെ മേളിൽ നമ്മൾ 1/2 മീറ്ററോ 1 മീറ്ററോ നമ്മൾ ചിപ്പ് ചെയ്ത് കളയുന്നത്, പൊട്ടിച്ച് കളയുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട്. അത് കുറച്ച് നമ്മൾ വാർത്താ പോരായിരുന്നു എന്ന് ചോദിക്കും. സോ അത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒഴിക്കുന്ന ക്ലേ
ലാസ്റ്റ് മേളിൽ വന്ന് നമ്മുടെ കോൺക്രീറ്റുമായിട്ട് മിക്സ് ആവും. നമ്മുടെ താഴത്തുനിന്ന് നമ്മൾ കോൺക്രീറ്റ് പോർ ചെയ്ത് വരുംതോറും ക്ലേ മേളിൽ കയറി വന്നിട്ട് ലാസ്റ്റ് ഏറ്റവും ടോപ്പിലത്തെ ലെയറിൽ മേ ബി അത് 1/2 മീറ്ററിലോ അല്ലെങ്കിൽ 1 മീറ്ററിലോ വന്നിട്ട് ഈ ക്ലേയും കോൺക്രീറ്റും കൂടെ മിക്സ് ആവും. സോ ആ ഒരു പൈലിന്, ആ ഒരു ഏരിയയിലെ പൈലിന് സ്ട്രെങ്ത് കുറവായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ആ മേളത്തെ പോർഷൻ, എത്ര പോർഷനിലാണോ ക്ലേ ഉള്ളത്, അല്ലെ ക്ലേയുടെയും അല്ലെങ്കിൽ ബെന്റനൈറ്റിന്റെയും കോൺക്രീറ്റിന്റെയും മിക്സ് ഉള്ളത്, ആ ഒരു ലെയർ ആണ് നമ്മൾ പൊട്ടിച്ച് കളഞ്ഞിട്ട് അവിടെ നമ്മൾ പൈൽ ക്യാപ്പ് ചെയ്തു വരും. എന്നിട്ട് ഈ പൈൽ ക്യാപ്പിൽ നിന്ന് കോളം ചെയ്തിട്ട് നമ്മുടെ വീട് നമുക്ക് സൂപ്പർ ആയിട്ട് ചെയ്യാവുന്നതാണ്. സോ ഇനി നിങ്ങളുടെ പ്ലോട്ടിൽ കുളം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി താഴ്ന്ന സ്ഥലമായതുകൊണ്ടോ ഒന്നും നിങ്ങൾ വീട് വെക്കാൻ മടിക്കണ്ട. നമുക്ക് വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫൈഡ് എഞ്ചിനീയേഴ്സിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് സോയിൽ ടെസ്റ്റ് ചെയ്തതിനു ശേഷം എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണമെന്ന് തീരുമാനിക്കുകയും അവിടെ നമുക്ക് നമ്മുടെ സ്വപ്ന ഭവനം പണിതുയർത്തുകയും ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ പ്ലോട്ടിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കമന്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ കൺസൾട്ടേഷനും ഞങ്ങൾക്ക് DM ചെയ്യുക, ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.